ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ല ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഉലുവ വരകിയത്. പ്രസവശേഷം ഉണ്ടാവുന്ന തണ്ടൽ വേദന, പുറം വേദന, അതേപോലെ തന്നെ ജോയിൻസിലുള്ള വേദനകൾ ഒക്കെ മാറാനും അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാൻ, തടി വെക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ 1/2 കിലോ ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 7-8 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ 6 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ കുറുകി വരണം. അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം 1/2 കിലോനോളം ശർക്കര എടുക്കുന്നുണ്ട്. അത് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ശർക്കരയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് കൈ വിടാണ്ട് കുറേ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഫൈനലി ഇത് കുറുകി അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് കളറായിട്ട് ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഉലുവ വരകിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മളുടെ വരകിയത് റെഡിയാവുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഉലുവ വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.